ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. നാളെ മുതൽ ലോകത്ത് നോട്ടടിക്കുന്നത് നിർത്തിയാൽ നിങ്ങൾ പണക്കാരനായിരിക്കുമോ അതോ പാപ്പരാകുമോ? പണം നമ്മൾ ദിവസവും സമ്പാദിക്കുന്നു, ചിലവഴിക്കുന്നു, മിച്ചം വയ്ക്കുന്നു. എന്നാൽ നമ്മൾ ശരിക്കും ഇതിനെ മനസ്സിലാക്കുന്നുണ്ടോ? നമ്മൾ സമ്പദ് വ്യവസ്ഥ എന്ന് വിളിക്കുന്ന ഈ സംവിധാനം യഥാർത്ഥത്തിൽ ചിലർ ചേർന്നുണ്ടാക്കിയ ഒരു കളിയാണ്. അതിലെല്ലാ കളിക്കാരുമുണ്ട്, പക്ഷേ നിയമങ്ങൾ എല്ലാവർക്കും അറിയില്ല. ഇത് നമ്മൾ ഈ കളിയുടെ തിരശീല ഉയർത്താൻ പോവുകയാണ്. എന്താണ് പണം? അതെങ്ങനെ പ്രവർത്തിക്കുന്നു? ആരാണ് അതിനെ നിയന്ത്രിക്കുന്നത്? ഏറ്റവും പ്രധാനമായി നിങ്ങൾക്ക് എങ്ങനെ അതിൻ്റെ അടിമയാകാതെ യജമാനാകാം? ഇത് വെറുമൊരു അറിവല്ല, ഇത് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യപടിയാണ്. കുട്ടിക്കാലം മുതൽ നമ്മൾ ഒരു വാക്ക് ആവർത്തിച്ച് കേട്ടിട്ടുണ്ട്, പണം. ചിലർ പറയുന്നു പണം എല്ലാമല്ല എന്ന്. മറ്റു ചിലർ വിശ്വസിക്കുന്നത് മാറ്റത്തിൻ്റെ യഥാർത്ഥ ശക്തി അതിൽ ഒളിഞ്ഞിരിക്കുന്നെന്നാണ്. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്താണ് യഥാർത്ഥത്തിൽ പണം? അതൊരു നോട്ട് മാത്രമാണോ, അതോ ബാങ്ക് അക്കൗണ്ടിൽ എഴുതിയ ഒരു അക്കമാണോ? അല്ല, ഇത് വെറും ഒരു നാണയമല്ല, ഇതൊരു ചിന്തയാണ്, ഒരു വ്യവസ്ഥയാണ്, ലോകത്തിന്റെ ദിശ നിർണ്ണയിക്കുന്ന ഒരു വിശ്വാസമാണ്. സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ സവിശേഷമാണ്, കാരണം ഇത് പണത്തിന്റെ വ്യവസ്ഥതയെ ലളിതമായി വെളിപ്പെടുത്തുന്നു. ഡാൻ സ്മിത്തും ഡാനിയൽ കോഗനും ചേർന്ന് എഴുതിയ ദ ബുക്ക് ഓഫ് മണി എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയാണ് ഈ വീഡിയോ. ഒരു കാലത്ത് പണം എന്നൊന്നും ഉണ്ടായിരുന്നില്ല. ആളുകൾ ധാന്യത്തിന് പകരം വസ്ത്രങ്ങൾ വാങ്ങിയിരുന്നു. ഇതിനെ ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞിരുന്നു. നിങ്ങളുടെ കയ്യിലുള്ള സാധനത്തിന് മറ്റൊരാൾക്ക് താല്പര്യമില്ലാതാകുമ്പോൾ പ്രശ്നം തുടങ്ങും. അപ്പോഴാണ് മനുഷ്യർ ചിന്തിച്ചത് എല്ലാവർക്കും സ്വീകാര്യമായ ഒരു മാധ്യമം സാധ്യമാണോ എന്ന്. ഇവിടെ നിന്നാണ് പണത്തിന്റെ കഥ ആരംഭിക്കുന്നത്. ലോഹ നാണയങ്ങൾ മുതൽ കടലാസ് നോട്ടുകൾ വരെ, പിന്നെ ഡിജിറ്റൽ അക്കങ്ങൾ വരെ പണം രൂപ മാറിയെങ്കിലും അതിന്റെ സ്വാധീനം ആഴത്തിലായിക്കൊണ്ടിരുന്നു. ഇന്ന് പണം പോക്കറ്റിൽ മാത്രമല്ല, സ്ക്രീനിലുമുണ്ട്. ഇപ്പോൾ അത് നമ്മുടെ തീരുമാനങ്ങളെയും വികാരങ്ങളെയും സ്വാധീനിക്കുന്നു. ബാങ്കിങ്ങിന്റെ തുടക്കം. ബാങ്കുകളോ ATMകളോ ഇല്ലാതിരുന്ന ഒരു കാലം സങ്കല്പിക്കുക. ആളുകൾ തങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം മൺകൂടങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു. ഇത് അരക്ഷിതാവസ്ഥയിൽ നിന്നാണ് ബാങ്കിംഗ് സംവിധാനത്തിന്റെ പിറവി. സ്വർണ്ണപ്പണിക്കാരിലൂടെ ആരംഭിച്ച ഈ യാത്ര ഇന്ന് കോടിക്കണക്കിന് ആളുകളുടെ സ്വപ്നങ്ങളുടെ സംരക്ഷകനായി മാറിയിരിക്കുന്നു. അടുത്തതാണ് ഷെയർ ബസാർ, ഷെയർ മാർക്കറ്റ്. ഷെയർ മാർക്കറ്റ് റിസ്ക് അല്ല, അത് വിവേകത്തിന്റെ കളിയാണ്. പുറത്തുനിന്നുള്ളവർക്ക് ഓഹരി വിപണി ഒരു രഹസ്യമായി തോന്നാം. അതിവേഗം മാറുന്ന കണക്കുകൾ, കോടികളുടെ ലാഭവും നഷ്ടവും. എന്നാൽ യഥാർത്ഥത്തിൽ കമ്പനികളുടെ ആശയവും നിക്ഷേപകരുടെ പ്രതീക്ഷയും സാമ്പത്തിക ഭാവിയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരിടമാണിത്. ഒരു കമ്പനിയുടെ ഓഹരി വാങ്ങുന്നത് വെറുമൊരു പങ്കാളിത്തമല്ല, ആ ആശയത്തിലുള്ള വിശ്വാസം കൂടിയാണ്. ഈ വിപണിയിൽ ഭയവും അത്യാഗ്രഹവുമുണ്ട്. എന്നാൽ ശരിയായ വിവരം, ക്ഷമയും വിവേകമുള്ളവനാണ് യഥാർത്ഥ വിജയം. ആഗോള സമ്പദ് വ്യവസ്ഥ നമ്മുടെ ദൈനംദിന കഥ. നമ്മുടെ ഓരോ ദിവസവും ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മൊബൈൽ ചൈനയിൽ നിന്ന്, കാപ്പിക്കുരു ബ്രസീലിൽ നിന്ന്, ഗാഡ്ജറ്റുകൾ കൊറിയയിൽ നിന്ന്. ഇതാണ് ആഗോള വ്യാപാരത്തിന്റെ ശക്തി. ലോകം ഇപ്പോൾ സംയുക്ത വിപണിയാണ്. രാജ്യങ്ങൾ പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു. ഒരു രാജ്യത്ത് പ്രതിസന്ധി വരുമ്പോൾ അതിന്റെ ആഘാതം ലോകമെമ്പാടും അനുഭവപ്പെടുന്നു. എന്നാൽ ആഗോള വ്യാപാരം സാധനങ്ങളുടെ കൈമാറ്റം മാത്രമല്ല, അത് അറിവിന്റെയും സാങ്കേതിക വിദ്യയുടെയും ബന്ധങ്ങളുടെയും ഒരു പാലമാണ്. ഈ ആഗോള വ്യവസ്ഥയിൽ നാം എല്ലാവരും ഒരു നൂല് പോലെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അത് നമ്മെ പഠിപ്പിക്കുന്നു. പണപ്പെരുപ്പം, സാമ്പത്തിക മാന്ദ്യം, അവയുടെ സ്വാധീനം. മുത്തശ്ശിമാർ പറയുമായിരുന്നു പണ്ട് 5 രൂപയ്ക്കെല്ലാം കിട്ടുമായിരുന്നുവെന്ന്. ഇന്ന് അതേ സാധനങ്ങൾക്ക് 100 കണക്കിന് രൂപ കൊടുക്കണം. ഇതാണ് പണപ്പെരുപ്പം. ആളുകളുടെ കയ്യിൽ പണം കൂടുതൽ, സാധനങ്ങൾ കുറവുമാവുമ്പോൾ വില വർദ്ധിക്കുന്നു. ഇതിനെ ഇൻഫ്ലേഷൻ എന്ന് പറയും. ഇതിന് വിപരീതമായി ഡിഫ്ലേഷൻ. സാധനങ്ങൾക്ക് വില കുറയും, പക്ഷേ വാങ്ങാൻ ആളുണ്ടാവില്ല. വിപണി നിശ്ചലമാകുമ്പോൾ, തൊഴിൽ കുറയുമ്പോൾ, സ്വപ്നങ്ങൾക്ക് ബ്രേക്ക് വീഴുമ്പോൾ, അപ്പോൾ വരും സാമ്പത്തിക മാന്ദ്യം, റിസഷൻ. ഈ സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടത് സർക്കാരുകളുടെയും ബാങ്കുകളുടെയും ഉത്തരവാദിത്തമാണ്. എന്നാൽ അവർ പരാജയപ്പെട്ടാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ ഗുരുതരമായിരിക്കും. സർക്കാരും നാണയവും തമ്മിൽ എന്ത് ബന്ധം? നമ്മുടെ നോട്ടിലുള്ള സർക്കാരിൻ്റെ മുദ്രയും ഒപ്പും വെറുമൊരു ഔപചാരികതയല്ല, അത് വിശ്വാസത്തിൻ്റെ പ്രതീകമാണ്. നാണയം എന്നാൽ വിനിമയം ചെയ്യണമെന്ന് സർക്കാരുകൾ തീരുമാനിക്കുന്നു. അവരുടെ ഓരോ തീരുമാനവും നമ്മുടെ സാമ്പത്തിക ആരോഗ്യത്തെ നേരിട്ട് ബാധിക്കുന്നു. സർക്കാർ കൂടുതൽ നോട്ടുകൾ അച്ചടിക്കുകയോ അച്ചടക്കമില്ലാത്ത സാമ്പത്തിക നയങ്ങൾ സ്വീകരിക്കുകയോ ചെയ്താൽ നാണയത്തിന്റെ ശക്തി ഇല്ലാതാകും. ഉദാഹരണമാണ് ജർമ്മനിയിലെ ഹൈപ്പർ ഇൻഫ്ലേഷൻ. അവിടെ നോട്ടുകെട്ടുകൾക്ക് പോലും ഒരു റൊട്ടി വാങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു പൗരൻ ബോധവാനായിരിക്കുക എന്നത് രാഷ്ട്രീയപരമായി ഉത്തരവാദിത്തം മാത്രമല്ല, സാമ്പത്തികമായി ഉത്തരവാദിത്തം കൂടിയാണ്. ഭാവിയുടെ നാണയമാണ് ക്രിപ്റ്റോ എന്ന് പറയുന്നു. നാണയം അച്ചടിക്കുകയോ ബാങ്കിൽ സൂക്ഷിക്കുകയോ ചെയ്യാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ. ഇതാണ് ക്രിപ്റ്റോ കറൻസി. ഇത് ഡിജിറ്റൽ വികേന്ദ്രീകരണങ്ങളുടെ നാണയത്തിന്റെ രൂപമാണ്. അത് പരമ്പരാഗതമായ ബാങ്കുകളുടെ പരിധിക്ക് പുറത്താണ്. എഥേറിയം പോലുള്ള ടോക്കണുകൾ ഇപ്പോൾ ഭാവിയിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം പുതിയ വഴിയൊരുക്കുന്നു.
ഇതിൻ്റെ ഒപ്പം തന്നെ അപകട സാധ്യതകളുമുണ്ട്. സാങ്കേതികവിദ്യ ലോകത്തെ മാറ്റുന്ന രീതി വെച്ച് നോക്കുമ്പോൾ നാണയത്തിൻ്റെ അടുത്ത അധ്യായം കൂടുതൽ ആവേശകരമായേക്കാം. പക്ഷേ ഇപ്പോൾ നഷ്ടസാധ്യതയും വളരെ കൂടുതലായി കാണുന്നുണ്ട്. പണത്തിൻ്റെ മാനസികാവസ്ഥ, സമ്പന്നന്റെ ചിന്തയും ദരിദ്രന്റെ ശീലങ്ങളും. പണം സമ്പാദിക്കുന്നതും പണത്തെ മനസ്സിലാക്കുന്നതും തമ്മിലുള്ള ആകാശവും ഭൂമിയും പോലുള്ള വ്യത്യാസമുണ്ട്. പലരും ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു, പക്ഷേ സാമ്പത്തികമായി സ്ഥിരതയില്ലാത്തവരാണ്. അതേസമയം ചിലർ പരിമിതമായ വരുമാനത്തിലും സമ്പത്ത് സൃഷ്ടിക്കുന്നു. വ്യത്യാസം മാനസികാവസ്ഥയിലാണ്. ദരിദ്രന്റെ ചിന്ത ചിലവുകളിൽ നിന്നാണ് തുടങ്ങുന്നത്. ആവശ്യങ്ങൾ നിറവേറ്റണം, EMI അടയ്ക്കണം, സെയിലിൽ എന്തെങ്കിലും വാങ്ങണം. സമ്പന്നന്റെ ചിന്ത നിക്ഷേപത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. പണം എവിടെ നിക്ഷേപിച്ചാൽ അടുത്ത് കൂടുതൽ പണം ഉണ്ടാക്കും. ഈ ചിന്ത ജന്മന ലഭിക്കുന്നതല്ല, ഇത് പഠിച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് സാമ്പത്തിക സാക്ഷരത, ഫിനാൻഷ്യൽ ലിറ്ററസി ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസമായി മാറിയിരിക്കുന്നത്. അത് സ്കൂളുകളില്ല, ജീവിതത്തിലാണ് പഠിക്കേണ്ടത്. വായ്പയും കടവും അത് ആവശ്യമാണോ, അത് കെണിയാണോ? കടം വാങ്ങുന്നത് എപ്പോഴും മോശമല്ല, പക്ഷേ വിവേകം ആവശ്യമാണ്. നിങ്ങൾക്ക് ജോലി നേടിത്തരുന്ന ഒരു വിദ്യാഭ്യാസ വായ്പ നല്ല കടമാണ്. എന്നാൽ വെറും അനാവശ്യ ചെലവുകളുടെ അടയാളമായ ഒരു ക്രെഡിറ്റ് കാർഡ് ബിൽ ചീത്ത കടമാണ്. ഇന്നത്തെ ഉപഭോക്തൃ സമൂഹത്തിൽ EMIയിൽ വാങ്ങുന്ന എല്ലാം ഒരു ശീലമായിരിക്കുന്നു. വീട്, കാറ്, മൊബൈൽ, എന്തിന് അവധിക്കാലം പോലും. ചോദ്യം കടം വാങ്ങിയോ ഇല്ലയോ എന്നതല്ല, കടം നിങ്ങളെ മുകളിലേക്ക് ഉയർത്തുകയാണോ അതോ താഴേക്ക് കൊണ്ടുവരികയാണോ എന്നതാണ്. സാമ്പത്തിക സ്വാതന്ത്ര്യം എന്താണ് യഥാർത്ഥ ലക്ഷ്യം? പണക്കാരനാകുക എന്നത് ലക്ഷ്യമെന്ന് പലരും കരുതുന്നു. എന്നാൽ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നാൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ജോലി ചെയ്യാൻ കഴിയുന്ന പാസീവ് ഇൻകം നിങ്ങൾക്കുണ്ടാവുക എന്നതാണ്. നിർബന്ധം കൊണ്ടല്ല, നിങ്ങളുടെ പണം നിങ്ങൾക്കായി പ്രവർത്തിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. നിക്ഷേപം, വാടക വരുമാനം, ഓഹരികൾ അല്ലെങ്കിൽ ഡിജിറ്റൽ ആസ്തി, ഇതിനായി ചിലവുകൾ നിയന്ത്രിക്കുക, നിക്ഷേപത്തിനായി മുൻഗണന നൽകുക, ഏറ്റവും പ്രധാനമായി യഥാസമയം ആരംഭിക്കുക എന്നതാണ്. പണത്തിൻ്റെ ശരിയായ ഉപയോഗം, ഇതിനായിട്ട് നിങ്ങൾ സ്വയം ഒതുങ്ങരുത്. പണത്തിൻ്റെ യഥാർത്ഥ ശക്തി വെളിവാകുന്നത് അത് നമ്മുടെ ജീവിതം മാത്രമല്ല മറ്റുള്ളവരുടെ ജീവിതം മെച്ചപ്പെടുത്തുമ്പോഴാണ്. ദാനം, നിക്ഷേപം, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് നൽകുന്ന സംഭാവനകൾ എന്നിവയെല്ലാം പണത്തിൻ്റെ സാമൂഹിക ശക്തിയെ കാണിക്കുന്നു. വാറൻ ബഫറ്റോ, അസീം പ്രേംജിയോ പോലുള്ളവർ ഈ ചിന്തയുടെ പ്രതീകങ്ങളാണ്. അവർ സമ്പത്ത് തങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ലോകത്തിന് വേണ്ടി ഉപയോഗിച്ചു. പണം ഒരു ലക്ഷ്യമല്ല, ഒരു ഉപാധിയാണെന്ന് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പണത്തെ ഭയപ്പെടരുത്, അതിനെ മനസ്സിലാക്കുക. പണം ഒരു ഉപകരണമാണ്. അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യാൻ കഴിയുന്ന ഒരു കത്തി പോലെ, അല്ലെങ്കിൽ തെറ്റായ കൈകളിൽ നാശമുണ്ടാകുന്ന ഒന്നുപോലെ. പണം എങ്ങനെയായി തീരണമെന്ന് നിങ്ങളുടെ അറിവ്, ചിന്ത, ഉദ്ദേശം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. അതിനാൽ അടുത്ത തവണ നിങ്ങൾ പണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചെലവ്, വരുമാനം അല്ലെങ്കിൽ സമ്പാദ്യം എന്നിവയെക്കുറിച്ച് മാത്രമല്ല ചിന്തയെക്കുറിച്ച് സംസാരിക്കുക. കാരണം നമ്മൾ പണത്തെ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ സമൂഹത്തിനും വരും തലമുറയ്ക്കും ഒരു മികച്ച സാമ്പത്തിക ഭാവി നൽകാൻ കഴിയും. നിക്ഷേപത്തിലൂടെ പണത്തെ ഒരു ജീവനക്കാരനാക്കുക. നമ്മളെല്ലാം പണം സമ്പാദിക്കുന്നു, എന്നാൽ സമ്പന്നനാകുന്നത് ആരാണോ തൻ്റെ പണത്തെയും പണിയെടുപ്പിക്കുന്നത് അവനാണ്. ഇതാണ് നിക്ഷേപത്തിൻ്റെ മാന്ത്രികത. നിക്ഷേപം എന്നാൽ പണം ചെലവഴിക്കുന്നതിന് പകരം കാലക്രമേണ അത് വളരുന്ന ഒരിടത്ത് നിക്ഷേപിക്കുക. ഒരു മരം നടുന്നത് പോലെ, തുടക്കത്തിൽ ചെറുത് പക്ഷേ പിന്നീട് ഫലം നൽകുന്നത്. നിക്ഷേപത്തിനുള്ള പ്രധാന വഴികൾ മ്യൂച്വൽ ഫണ്ടുകൾ, ഓഹരി വിപണി, SIP, സ്വർണം, ക്രിപ്റ്റോ കറൻസി തുടങ്ങിയവയാണ്. രണ്ടാമത്തെ ഭാഗം ഒരു ബജറ്റ് ഉണ്ടാക്കുക എന്നാണ്. നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഭൂപടം വരയ്ക്കുക. നിങ്ങൾ നിങ്ങളുടെ പണത്തിൻ്റെ കണക്ക് സൂക്ഷിക്കുന്നില്ലെങ്കിൽ പണം ഒരിക്കലും നിങ്ങളുടെ കണക്കിനൊത്ത് നിൽക്കില്ല. ബജറ്റ് ഉണ്ടാക്കുന്നത് പണവുമായുള്ള സൗഹൃദത്തിൻ്റെ ആദ്യപടിയാണ്. എങ്ങനെ എളുപ്പത്തിൽ ബജറ്റ് ഉണ്ടാക്കാം? 50-30-20 നിയമം. 50% ആവശ്യമായ ചിലവുകൾ, 30% ആഗ്രഹങ്ങൾ, യാത്ര, ഷോപ്പിംഗ്, വിനോദം, 20% സമ്പാദ്യത്തിന്, നിക്ഷേപത്തിന് ഉപയോഗിക്കുക. ഓരോ മാസത്തിൻ്റെയും തുടക്കത്തിൽ എത്ര പണം എവിടെ പോകുമെന്ന് തീരുമാനിക്കുക. ഒരു ചെലവ് ട്രാക്കർ ആപ്പ് അല്ലെങ്കിൽ എക്സൽ ഷീറ്റ് ഉപയോഗിക്കുക. ചിലവുകൾക്ക് മുൻഗണന നൽകുക. ആവശ്യം, ആഗ്രഹം എന്നിവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ഭാഗം 3. അന്തിമ ചിന്തകൾ ജീവിതത്തിന് രൂപം നൽകാൻ നിങ്ങളുടെ പണത്തിന് ദിശാബോധം നൽകുക. പണം നിങ്ങളുടെ കയ്യിലുള്ള ഒരു ശക്തിയാണ്, എന്നാൽ നിങ്ങൾ അതിനെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്നതുവരെ ആ ശക്തി അപൂർണമാണ്. നിക്ഷേപം, ബജറ്റ്, നാണയത്തെക്കുറിച്ചുള്ള അറിവ് എന്നിവ നിങ്ങളൊരു മികച്ച മനുഷ്യനാക്കുക മാത്രമല്ല സാമ്പത്തികമായ സ്വാതന്ത്ര്യമുള്ള ഒരു വ്യക്തിയാക്കി മാറ്റുകയും ചെയ്യും. പണം സമ്പാദിക്കുന്നൊരു കഴിവാണ്. പണം മിച്ചം വയ്ക്കുന്നത് വിവേകമാണ്. എന്നാൽ പണം വളർത്തുന്നത് കലയാണ്. നമ്മൾ ലളിതമായ ഒരു ചോദ്യത്തോടെയാണ് തുടങ്ങിയത്. എന്താണ് യഥാർത്ഥത്തിൽ പണം? ഈ യാത്രയിൽ അവസാനത്തിലെത്തിയപ്പോൾ പണം പോക്കറ്റിലിരിക്കുന്ന ഒരു കടലാസ് മാത്രമല്ല, മറിച്ച് വിശ്വാസത്തിൻ്റെയും വ്യവസ്ഥതയുടെയും സങ്കല്പങ്ങളുടെയും ഒരു ലോകമാണെന്ന് മനസ്സിലാക്കി. യഥാർത്ഥ മാറ്റം വരുന്നത് നിങ്ങൾ പണത്തെ സമ്പാദിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് മാത്രമല്ല മനസ്സിലാക്കുമ്പോൾ മാത്രമല്ല,
നിങ്ങൾ പണത്തെ സമ്പാദിക്കാൻ വേണ്ടി ഒരു യാത്രയെ കാണുമ്പോൾ മാത്രമാണ്. പണത്തിൻ്റെ നിയമങ്ങൾ പഠിക്കുമ്പോഴാണ്. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.